ചെന്താമരയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ ഇന്നലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൃത്യം നടത്തിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആ സംഭവമൊക്കെ പുനരാവിഷ്കരിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് അന്വേഷണ സംഘം. വലിയ സുരക്ഷയൊക്കെ ഒരുക്കിയിരുന്നുവെങ്കിലും നാട്ടുകാർ പൂർണ്ണമായും അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്ന് ചെന്താമരയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് 3 മണിക്ക് അവസാനിക്കുകയാണ്. അതിന് തൊട്ട് മുൻപ് ഇപ്പോൾ ചെന്താമരയുമായി അന്വേഷണ സംഘം അടുത്ത സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എലവഞ്ചേരിയിലാണ് തെളിവെടുപ്പ് നടത്തിയത്. പ്രതി ചെന്താമര കൊല്ലാൻ ഉപയോഗിച്ച കൊടുവാൾ വാങ്ങിയത് എലവഞ്ചേരിയിലാണ് എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇയാളുമായി എലവഞ്ചേരിയിലെത്തി തെളിവെടുപ്പ് നടത്തുന്നത്. പ്രസാദ് ഉറുമ്പശ്ശേരിയുടെ പ്രസാദ്, തെളിവെടുപ്പ് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഇപ്പോൾ എലവഞ്ചേരിയിലെ വെച്ചിട്ടാണ് തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഇയാൾ ആയുധം മേടിച്ചത് എന്നുള്ളത് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. 2 കടകളിൽ നിന്നായി കൊടുവാൾ മേടിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന എലവഞ്ചേരി അഗ്രോ എക്വിപ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് വാങ്ങിച്ച കൊടുവാൾ ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇവിടെ ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ പറയുന്നത് ഇവിടെ അയാൾ സ്ഥാപനം മേടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ അയാൾ വാങ്ങിയത് അയാളോട് വന്നിട്ടില്ല, ഇയാൾ കണ്ടിട്ടില്ല. അത് എനിക്കറിയില്ല, എന്റെ അവിടെ വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ജീവനക്കാര് കൊടുത്തിട്ടില്ല. അയാൾക്ക് ആ പടത്തിൽ കണ്ട സാധനം എന്റെ അല്ല. അത് അയാളോട് ചോദിക്കണം. എന്റെ സാധനം അല്ല അത്. ഇല്ല എന്റെ ഇവിടെ ഉണ്ട് വേറെ ഐറ്റങ്ങൾ നോക്കാം. കൊടുവാള് അയാളെ കണ്ട കൊടുവാളില്ല. ആയിരിക്കാം. ഇല്ല ആ സൈസ് ഇല്ല എന്റെ. ഇപ്പോൾ കട സ്ഥാപനത്തിന്റെ ഉടമ പറയുന്നത് ആ കൊടുവാൾ അവിടെ അത്തരമൊരു പ്രതി ഉപയോഗിച്ച തരത്തിലുള്ള കൊടുവാൾ അവിടെ നിന്നല്ല വാങ്ങിച്ചത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് അക്കാര്യം എല്ലാം തന്നെ പരിശോധിക്കും. ഇപ്പോൾ മറ്റൊരു കടയിലേക്ക് കൂടി തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. അവിടെ പ്രതി നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയെ എലവഞ്ചേരിയിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ഇയാൾ കൊല്ലാൻ ഉപയോഗിച്ച കൊടുവാൾ വാങ്ങിയത് ഈ കടയിൽ നിന്നായിരുന്നു എന്നായിരുന്നു ചെന്താമര അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. പക്ഷേ ഇപ്പോൾ കടയുടമയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ആ കൊടുവാൾ വാങ്ങിയത് ഇവിടെ നിന്നല്ല, തൻ്റെ സ്ഥാപനത്തിലെ കൊടുവാളല്ല അതെന്നാണിപ്പോൾ കടയുടമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പോലീസ് ഇപ്പോൾ ഈ ചെന്താമരയുമായി തൊട്ടടുത്തുള്ള മറ്റൊരു കടയിൽ കൂടി തെളിവെടുപ്പ് നടത്തുകയാണ്. പ്രസാദ് ഉറുമ്പശ്ശേരി തുടരുന്നു. പ്രസാദ്, ഇപ്പോൾ ഈ കൊടുവാളിന്റെ കാര്യത്തിൽ ചെന്താമര പറഞ്ഞ ആ എലവഞ്ചേരിയിലെ സ്ഥാപനത്തിൽ നിന്നല്ല കൊടുവാൾ വാങ്ങിയിരിക്കുന്നതാണ് സ്ഥാപന ഉടമ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഈ വാങ്ങിയത് തൊട്ടടുത്തുള്ള കടകളിൽ നിന്നായിരിക്കുമോ? ഈ ചെന്താമര എന്തെങ്കിലും പറയുന്നുണ്ടോ ഇക്കാര്യത്തിൽ? ഇപ്പോൾ ചെന്താമര പറയുന്നത് ഇവിടെ നിന്നും, അതായത് ആ സ്ഥാപനത്തിൽ നിന്നാണ് ഇത് മേടിച്ചത്, ആയുധം മേടിച്ചത് എന്നുള്ളതായിരുന്നു മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ വന്ന് തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിന്റെ ആ സ്ഥാപനത്തിന്റെ ഉടമ ചെന്താമരാക്ഷൻ പറയുന്നത് അത്തരം ഒരു ആയുധം, ആ മോഡൽ ആയുധം ഇല്ല, അപ്പൊ മേടിച്ചിട്ടില്ല. അതായത് അത്തരം ഒരു ആയുധമല്ല, ആ മോഡൽ ആയുധമല്ല അവരെ കൈവശം ഉള്ളത്, അത്തരം മോഡൽ അവർ വെക്കുന്നില്ല എന്നുള്ളതാണ് അയാളുടെ മൊഴി. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. കടയുടമ ഇയാളെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതും പ്രതിസന്ധിയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആയുധം എവിടെ നിന്ന് മേടിച്ചു എന്നുള്ളത് ഈ കേസിലെ വളരെ നിർണായകമായ ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത കടയിൽ ഒരു 2 കടകളിൽ നിന്ന്. ശരി പ്രസാദ്, നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയുമായി എലവഞ്ചേരിയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. പ്രതി കൊല്ലാൻ ഉപയോഗിച്ച സുധാകരനെയും അമ്മയെയും കൊല്ലാൻ ഉപയോഗിച്ച കൊടുവാൾ വാങ്ങിയത് ഈ കടയിൽ നിന്നാണ് എന്നായിരുന്നു പ്രതി ചെന്താമര പോലീസിന് നൽകിയ മൊഴി. അവിടെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. പക്ഷേ കടയുടമ ചെന്താമരയെ തിരിച്ചറിഞ്ഞില്ല.
വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി.